ഏപ്രിൽ 2-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് യുപിയിലെ പ്രയാഗ്രാജിൽ നടന്നിട്ടുള്ള ഡിമോളിഷൻസ് അത് അൺലോഫുൾ ആണ് എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് വീടുകളും മറ്റുമൊക്കെ പൊളിച്ചു നീക്കിയത് അൺലോഫുൾ ആണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റൈറ്റ്, അതായത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതായത് യുപിയിലും മറ്റുമൊക്കെ പ്രയാഗ്രാജിലെ ഡെവലപ്മെന്റ് അതോറിറ്റി ഒക്കെ അവിടെയുള്ള, അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 6ഓളം ആൾക്കാരുടെ സ്വകാര്യ വീടുകൾ തകർത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇൻഹ്യൂമനും ഇല്ലീഗലുമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ ഓരോ ഹൗസ് ഓണർക്കും നൽകണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം റൈറ്റ് ടു ഷെൽട്ടർ എന്ന് പറയുന്നത് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. റൈറ്റ് ടു ഷെൽട്ടർ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നും കൃത്യമായിട്ടുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാതെ, ഈവൻ അത് എൻക്രോച്ച്മെന്റ് ആണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാതെ ഇത്തരത്തിലുള്ള ഡിമോളിഷൻ ചെയ്യരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. 2021 ഇത്തരത്തിലുള്ള ഡിമോളിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. സാധാരണ എൻക്രോച്ച്മെന്റ് ചെയ്ത ആൾക്ക് അവര് എൻക്രോച്ച്ഡ് ആണ്, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഡോക്യുമെന്റേഷൻ തരണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകേണ്ടതായിട്ടുണ്ട്. നോട്ടീസ് നൽകിയിട്ട് കൃത്യമായിട്ടുള്ള രേഖകളൊന്നും സമർപ്പിക്കുന്നില്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ അവിടെ നിന്നും വിട്ടു പോകേണ്ടതാണെന്ന് നോട്ടീസ് കൊടുക്കണം. അതും നൽകുന്നില്ലെങ്കിൽ മാത്രമാണ്, അതിനുശേഷം മാത്രമാണ് ഡിമോളിഷൻ നടത്താൻ വേണ്ടി പറ്റുക. അപ്പൊ ഇതൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഇൻ പേഴ്സണോ രജിസ്ട്രേഡ് പോസ്റ്റോ ഒന്നും തന്നെ നോട്ടീസ് ഒന്നും നൽകാതെയാണ് ഈ ഡിമോളിഷൻ പെട്ടെന്ന് ഒരു ദിവസം വന്ന് ചെയ്തത് എന്നുള്ളതാണ് ഇല്ലീഗൽ എന്ന രീതിയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതെന്ന് ഓർത്ത് നോക്കാം. അപ്പൊ റൈറ്റ് ടു ഷെൽട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ എവിടെയും റൈറ്റ് ടു ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആർട്ടിക്കിൾ 21 കീഴിൽ ഓർത്ത് നോക്കുക, ആർട്ടിക്കിൾ 21 കീഴിൽ ആണ് റൈറ്റ് ടു ഷെൽട്ടർ വരുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണലി, ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതിന്റെ കീഴിലായിട്ടാണ് ആർട്ടിക്കിൾ 21 കീഴിലായിട്ടാണ് റൈറ്റ് ടു ഷെൽട്ടർ എന്ന് വരുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് അവർക്ക് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാലും അവരുടെ വീട് ഓൾറെഡി ഡിമോളിഷൻ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള വഴിയും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി അന്നത്തെ BJP ഗവൺമെന്റിനെ ഓപ്പോസിഷൻ പാർട്ടീസ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇമോഷണൽ ട്രോമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അതായത് 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് വെച്ചാൽ ആ വീട് തിരിച്ചു കിട്ടില്ല, കാരണം അത് പൊളിച്ചു കളഞ്ഞു. സോ അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ട്രോമ ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചത് എന്നുള്ള ക്രിറ്റിസിസവും വരുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയുടെ എഡ്യൂക്കേഷണൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. കാരണം നമുക്കറിയാം ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു എന്നുള്ള രീതിയിൽ, കാരണം ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസികളുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാര്യമായിട്ട് 1986 ഒരു മേജർ പോളിസി അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ആ ഒരു കൊളോണിയൽ ഇൻഫ്ലുവൻസിൽ നിന്നും പുവർ ഗവേണൻസ് ഒക്കെയുള്ള ഒരു മാറ്റം നമുക്ക് 1986 എഡ്യൂക്കേഷണൽ പോളിസിയിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം അതിൽ തന്നെ കറപ്ഷൻ, അൺഫണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫണ്ടിങ് ഒന്നും കിട്ടാത്ത യൂണിവേഴ്സിറ്റീസ്, അതുപോലെ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇന്റർഫറൻസുകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവിടുത്തെ അപ്പോയിന്റ്മെന്റുകളിലും കരിക്കുലത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നെറേറ്റീവ്സിനെ, ചരിത്രപരമായിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ വളച്ചൊടിച്ചുകൊണ്ട് ഈ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെയും മറ്റുമൊക്കെ ഇൻട്രസ്റ്റുകളെ തിരികെ കയറ്റുന്ന രീതിയിലേക്ക്, അതായത് ഇന്ത്യയുടെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെയും അവരുടെ കൾച്ചറൽ ഹെറിറ്റേജിനെയും ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് മായ്ച്ചു കളയുന്ന രീതിയിലേക്കുള്ള താല്പര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മുന്നേ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റമൊക്കെ ആയിട്ടാണ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഓഥർ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു റീഫോം ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാവർക്കും ആക്സസ് ഉറപ്പുവരുത്തുക, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക, എല്ലാവർക്കും അഫോർഡബിൾ ആവുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറെ കൂടി അക്കൗണ്ടബിൾ ആയി മാറുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇനീക്വാലിറ്റീസ് ഉണ്ട്, അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും SC, ST, OBC തുടങ്ങിയിട്ടുള്ള സമൂഹത്തിൽ പിന്നോക്കമുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ എൻറോൾമെന്റ് കിട്ടാനും സ്ത്രീകൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് കൂടുതൽ എൻറോൾ ചെയ്യിക്കാനൊക്കെ ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുവഴി വുമൺ എംപവർമെന്റ്, പ്രത്യേകിച്ചും പ്രത്യേകിച്ചും STEM പോലുള്ള ഫീൽഡുകളിൽ, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്, മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതുവഴി ലീഡർഷിപ്പ് റോള് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മോഡേണൈസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം വിദ്യാഭ്യാസത്തിലെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും
പോലും അതുവഴി ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറും ഈ ബെറ്റർ ആയിട്ടുള്ള പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോസും റെഡ്യൂസ്ഡ് ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും മിഡിൽ സ്കൂളുകളിലും മറ്റുമൊക്കെ കോഡിംഗ്, അതായത് നമ്മുടെ ഇന്നത്തെ ടെക്നോളജി മുഴുവൻ ഇന്റർനെറ്റ് ബേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് കോഡിംഗ് പോലുള്ള സ്കീമുകൾ, അതുപോലെ അഡൾട്ട് ടിങ്കറിംഗ് ലാബുകൾ, കൂടാതെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ലേണിംഗ് റീഷേപ്പിംഗ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളെ കൊണ്ടുവരേണ്ടതാണ്. ഹയർ എഡ്യൂക്കേഷനിലും റിസർച്ചിലായിക്കോട്ടെ ഗ്ലോബൽ റാങ്കിങ്ങിലായിക്കോട്ടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ട്. ടോപ്പ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ലിസ്റ്റിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഇൻഡസ്ട്രി അക്കാദമിക കൊലാബറേഷൻസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 500 ടോപ്പ് വേൾഡ് യൂണിവേഴ്സിറ്റികളിൽ നോക്കിക്കഴിഞ്ഞാൽ QS വേൾഡ് റാങ്കിങ്ങിൽ നോക്കിയാൽ 11 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. അതായത് ഇന്ത്യ അക്കാദമിക് പ്രോഗ്രസ്സിൽ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിലെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 39. 2014 അത് 76 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് 39ലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള നോളജിനെയൊക്കെ റിവൈവ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യൻ ലാംഗ്വേജുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ നേരത്തെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇംഗ്ലീഷ് ആണ് ഭയങ്കര ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ നോളജ് സിസ്റ്റം, അതായത് ഇന്ത്യയിലുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള നോളജിനെയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഹയർ എഡ്യൂക്കേഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാരതീയ ഭാഷാ പുസ്തക് യോജന എന്ന് പറഞ്ഞുകൊണ്ട് 15,000-ഓളം ടെക്സ്റ്റ് ബുക്കുകൾ 22ഓളം ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയും കൾച്ചറൽ പ്രൈഡും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി NCERT മുന്നോട്ട് വന്നിട്ടുണ്ട്. കൂടാതെ ടീച്ചിങ് പൊസിഷനിലേക്കും മറ്റുമൊക്കെയുള്ള റിസർവേഷൻ പോളിസീസും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റുന്നെന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ കോളനൈസേഷൻ ആണ്. അതിനെ ഡീകോളനൈസ് ചെയ്യാനുള്ള ഒരു എഫേർട്ടും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ രാജ്യം നേടിയ നേട്ടങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണിത്. പക്ഷെ ഓർത്തു വെക്കേണ്ട കാര്യം, നമ്മൾ ഈ നേട്ടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വേൾഡ് എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങളിൽ 500-ൽ 11 മാത്രമേ നമ്മുടെ രാജ്യം ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പിന്നോട്ടാണെന്ന് അർത്ഥം. നമ്മളൊരു 100-ൽ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are in the top. ബട്ട് 500-ൽ 11 എന്ന് പറയുന്നത് വളരെ പിന്നോട്ടാണ് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ 75ാമത്തെ വാർഷികമായിരുന്നു ഏപ്രിൽ 1 ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റം? അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മാവോ സെഡോങ്ങും ചൈന, ജവഹർലാൽ നെഹ്റു ഇന്ത്യയും ചേർന്നുകൊണ്ട് 1950-ലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യയാണ് ചൈനയെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഫസ്റ്റ് നോൺ സോഷ്യലിസ്റ്റിക് കൺട്രി ആയിട്ട് വരുന്നതായിട്ടുള്ളത്. അപ്പൊ പിന്നീട് 1988-ല് രാജീവ് ഗാന്ധി ചൈന വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ജി ജിൻപിങ്ങും ഒക്കെ 2013-ലൊക്കെ ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മീറ്റിങ്ങുകളിലെല്ലാം തുടർച്ചയായിട്ട് 2022-ല് ഗസാനിൽ വെച്ചിട്ട് ഒരു പുതിയ ചാപ്റ്റർ ആണ് ബൈലാറ്ററൽ റിലേഷൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു റിലേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഷെയർഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ സപ്പോർട്ട്, പരസ്പരം പല സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തിന് ശേഷവും അതിനുശേഷമൊക്കെ ഈ ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും രവീന്ദ്രനാഥ് ടാഗോറും അതുപോലെ തന്നെ ഡോക്ടർ കോട്നിസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും മറ്റുമൊക്കെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന് കാണിക്കുന്ന ഒരു റിലേഷൻ ആയിട്ട്, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമര സമയത്ത് തന്നെ. അതിനുശേഷം ഏകദേശം 50ഓളം ഡയലോഗ് മെക്കാനിസംസ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ട്രേഡിന്റെ കാര്യത്തിലായാലും കൾച്ചറിന്റെ കാര്യത്തിലായാലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും ടൂറിസം പ്രൊമോഷന്റെ കാര്യത്തിലൊക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ് ഒക്കെ ഏകദേശം 2000-ൽ $3 ബില്യൺ നിന്ന് 2024-ലേക്ക് എത്തുമ്പോഴത്തേക്ക് 24 വർഷം കൊണ്ട് അത് 138-ലേക്ക് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15 മടങ്ങോളം വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഡിസഗ്രിമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വളരെ നാച്ചുറൽ ആണെന്നാണ് ഓതർ പറയുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവാം. അതിനെ കൃത്യമായിട്ടുള്ള ഡിസ്കഷൻസിലൂടെ അതൊരു എസ്കലേഷൻസിലേക്കോ ഒരു യുദ്ധത്തിലേക്കോ മാറുന്നതിന് മുന്നേ തന്നെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് മെക്കാനിസംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് ബൗണ്ടറി ഡിസ്പ്യൂട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് രണ്ട് രാജ്യങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു സജഷനാണ് ഓതറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതായിട്ടുള്ളത്. രണ്ട് രാജ്യങ്ങളും അവരുടെ ബോർഡർ ഡിസ്പ്യൂട്ട് സിറ്റുവേഷൻസിനെ ഇപ്പോൾ നോർമലൈസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്റൻസീവ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് എഫേർട്ടുകൾ ഒരു പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയും ചൈനയും എന്ന് പറഞ്ഞാൽ
പ്രധാനപ്പെട്ട രണ്ട് എക്കണോമീസ് ആണ്. രണ്ടുപേർക്കും ഷെയർഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ലോക സമാധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ലോകത്തിന്റെ ഡെവലപ്മെന്റിലും അതുപോലെ മൾട്ടിലാറ്ററലിസം പോലുള്ള ആശയങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ രണ്ട് രാജ്യങ്ങളും ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, G20 തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പിങ്ങളുടെ മെമ്പറാണ്. കാരണം ഇത്തരം ഗ്രൂപ്പിങ്ങുകളിൽ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ആവശ്യങ്ങളെയും അവകാശങ്ങളെയും കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ എലിഫന്റ് ആൻഡ് ഡ്രാഗൺ എന്നുള്ള രീതിയിലാണ്, അതായത് ഡ്രാഗൺ എലിഫന്റ് ടാങ്കോ എന്ന രീതിയിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിനെ കാണിക്കുന്നത്. ഓർത്തുക, രണ്ട് രാജ്യങ്ങളും പരസ്പരം മ്യൂച്വൽ ഗ്രോത്തിനും ഗ്ലോബൽ പാർട്ട്ണർഷിപ്പിനുള്ള ഒരു സഹകരണം വേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ട് ട്രസ്റ്റിലും അണ്ടർസ്റ്റാൻഡിങ്ങിലും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വികസിത് ഭാരത് 2047 പറയുന്ന ആശയങ്ങളോട് അലൈൻ ചെയ്തുകൊണ്ട് ചൈനയെ പോലുള്ള തൊട്ടടുത്തുള്ള അയൽരാജ്യത്തെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് മൾട്ടിലാറ്ററൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പരസ്പരം സഹകരിച്ചുകൊണ്ട് ചൈനയുടെ നേതൃത്വത്തിലുള്ള ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലൊക്കെ ഇന്ത്യ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമാധാനത്തോടെയുള്ള ലോകമാണ് വേണ്ടത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തെറ്റായിട്ടുള്ള വിവരങ്ങളെ സ്പ്രെഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോകത്ത് വേൾഡ് എക്കണോമിക് ഫോറം ഇറക്കിയിട്ടുള്ള റിപ്പോർട്ടുമാണ്. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2025 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണിത് എന്നുകൂടി ഓർത്ത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റഡ് ആയിട്ടുള്ള ഡീപ് ഫേക്കുകളുള്ള അൽഗോരിതമിക് ബയാസുകളൊക്കെയുള്ള വളരെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുകയും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസ്ഇൻഫർമേഷൻ, തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പൊളിറ്റിക്സിൽ, എക്കണോമിയിൽ, ഇന്റർനാഷണൽ റിലേഷൻസ് എങ്ങനെയാണ് ബാധിക്കുന്നതെന്നൊക്കെ ഈ റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം 900 മില്യൺ, അതായത് 900 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 കോടി ഇന്റർനെറ്റ് യൂസേഴ്സ് ആണ് ഇന്ത്യയിലുള്ളതായിട്ടുള്ളത്. അപ്പോൾ 145 കോടിയോളമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ എങ്കിൽ 90ഓളം കോടി ആൾക്കാർ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് ചെറിയ കുട്ടികളൊക്കെ ആവും. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കൾച്ചറൽ ലാൻഡ്സ്കേപ്പിലുള്ള സോഷ്യൽ ലാൻഡ്സ്കേപ്പിലുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അൺവെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്ന് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ചൈന ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അവർ ഡിസ്ഇൻഫർമേഷൻ എഫേർട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 2017 ഡോക്ലാം സ്റ്റാൻഡ് ഓഫിന്റെ ഒക്കെ തുടർച്ചയായിട്ട്. അപ്പോൾ യൂത്ത് പർട്ടിക്കുലർലി ഇന്ത്യയിൽ വൾണറബിൾ ആണ് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ വന്ന് അതിൽ ഇൻസ്പയർഡ് ആയി അല്ലെങ്കിൽ പ്രൊവോക്കഡ് ആയിട്ട് തെറ്റായിട്ടുള്ള രീതികളിലേക്ക് അല്ലെങ്കിൽ വയലൻസിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിസ്ഇൻഫർമേഷനെ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മെഷേഴ്സ് എഫക്റ്റീവായി എടുക്കേണ്ടതായിട്ടുണ്ട്. അൽഗോരിതത്തെ കുറച്ചുകൂടി അപ്സ്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റൽ ലിറ്ററസി പ്രത്യേകിച്ചും പബ്ലിക്കിന്റെ ഇടയിലേക്ക് ഡിജിറ്റലി വരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. കൃത്യമായിട്ടുള്ള ഫാക്ട് ചെക്കിംഗ് ഇനീഷ്യേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ശക്തി, അതുപോലെ ഡീപ് ഫേക്ക് അനാലിസിസ് യൂണിറ്റുകൾ പോലുള്ള ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ്, ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിട്ട്. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ ഡിജിറ്റൽ സർവീസ് ആക്ട് പോലെ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ആക്ടുകൾ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഡിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണം. അതുവഴി ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉറപ്പുവരുത്തണം, എൻഫോഴ്സിബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കണ്ടന്റ് മോഡറേഷൻ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈൻ ഫണ്ടിങ് സോഴ്സുകളും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെയും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും ഒക്കെ ഫണ്ടിങ്, കാരണം രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി. സോ അവരുടെ ഫണ്ടിങ് ഒക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ ബോർഡർ കോപ്പറേഷൻ, ക്രോസ് ബോർഡർ കോപ്പറേഷൻ, രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഈ ഡിസ്ഇൻഫർമേഷൻ ഒരു ഗ്ലോബൽ ത്രെട്ട് ആയിട്ട് കരുതി അതിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക് ഇഷ്യൂ മാത്രമല്ല എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമല്ല, ഇത് ജനാധിപത്യത്തെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്, രാജ്യത്തിന്റെ അഖണ്ഡതയെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്, യൂണിറ്റിയെ, അതല്ല സൊസൈറ്റിയുടെ ആ ഒരു റിലയൻസിനെ, ഹാർമണിനെ ഒക്കെ ചാലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയും. പക്ഷെ നമ്മുടെ രാജ്യത്ത് ആ ഒരു ട്രൂത്തും ഡൈവേഴ്സിറ്റിയും ഡെമോക്രാറ്റിക് വാല്യൂസിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ക്രൈസിസ് സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ എയർ പൊല്യൂഷന്റെ അവസ്ഥ, എന്താണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നോക്കുന്നതായിട്ടുള്ളത്. ഇന്ത്യയിൽ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് മുന്നേ വിന്ററിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല, വർഷം മുഴുവൻ എയർ പൊല്യൂഷൻ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് ആൾക്കാരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്, റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് സ്മോഗും അതുപോലെ പുവർ വിസിബിലിറ്റിയും ഒക്കെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ സിവിയർ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ
മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യമാണ് കാണാൻ വേണ്ടി പറ്റുക. പക്ഷെ ഇതിനൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ്, നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം NCAP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം വിവിധ സ്ട്രാറ്റജികളിലൂടെ എയർ പൊല്യൂഷനെ കുറക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്യൂവൽസിന്റെ ഗ്രേഡ് മെച്ചപ്പെടുത്തുന്നുണ്ട്. ഭാരത് സ്റ്റേജ് 6 എന്ന് പറഞ്ഞുകൊണ്ട് വെഹിക്കുലർ എമിഷൻസ് കുറക്കുന്നതിന് വേണ്ടി ഹയർ ഗ്രേഡ് സൾഫർ എമിഷൻ ഒക്കെ കുറഞ്ഞുകൊണ്ടുള്ള ഫ്യൂവൽസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി BS6 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ LPG ഗ്യാസ് സിലിണ്ടേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന കൊണ്ടുവന്നിട്ടുണ്ടെന്നു. അതായത് ക്ലീൻ കുക്കിംഗ് ഫ്യൂൽ യൂസ് ചെയ്യുക, ഇൻഡോർ എയർ പൊല്യൂഷനെ കുറക്കുക എന്നുള്ളതാണ്. അതേപോലെ കോൾ ഇൻഡസ്ട്രീസിനെ ഫേസ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിന്യൂവബിൾ എനർജിയിലെ കൂടുതൽ ഫോക്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പൊല്യൂഷൻ എന്ന് പറയുന്ന പ്രശ്നത്തെ ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ല. ഇത് വളരെ കോംപ്ലക്സ് ആണ് എന്നുള്ളതാണ്. എയർ പൊല്യൂഷൻ ഗവൺമെന്റിന്റെ ഭരണം രീതി, അതുപോലെ തന്നെ പോപ്പുലേഷൻ പ്രഷർ, അതുപോലെ എക്കണോമിക് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. ഇത് ജസ്റ്റ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമല്ല എന്നുള്ളതാണ്. അതായത് നീ നിയമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ വളരെ വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷേഴ്സ് ഒന്നും ഇഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ മുനിസിപ്പൽ ബോഡീസും മറ്റുമൊക്കെ കൃത്യമായിട്ടുള്ള ഫണ്ടുകളില്ല, റിസോഴ്സുകളില്ല, ആൾക്കാരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ എൻഫോഴ്സ്മെന്റ് ഒക്കെ വളരെ വീക്ക് ആണ്. പലപ്പോഴും റിയൽ ടൈം ആയിട്ടുള്ള ഡാറ്റ പോലും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റുകളുടെ ഒക്കെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യൽ പോലും ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, കൃത്യമായിട്ട് പൊല്യൂഷൻ ലെവലിനെ മോണിറ്റർ ചെയ്യുക, ആക്ടിവിറ്റീസിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. വെഹിക്കുലർ എമിഷനെയും ഒക്കെ കൃത്യമായിട്ട് കുറക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ഡയറക്റ്റ് ഫണ്ടിങ്, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫണ്ടിങ് കൊടുക്കുക, പോളിസീസ് ഏറ്റവും ആവശ്യമുള്ള സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവിടത്തേക്ക് പോളിസികളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടാതെ ലോക്കൽ മുനിസിപ്പാലിറ്റീസിനെയും മറ്റുമൊക്കെ എംപവർ ചെയ്ത് ഈ ഒരു പൊല്യൂഷനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പല രാജ്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളിലും പൊല്യൂഷൻ പ്രശ്നമുണ്ട്. ബ്രസീലിൽ എല്ലാ കോൾ പ്ലാന്റുകളും, ചൈന എല്ലാ കോൾ പ്ലാന്റുകളും ക്ലോസ് ചെയ്തു പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. ബ്രസീൽ ആണെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കാലിഫോർണിയ ആണെങ്കിൽ ഈ ഒരു പൊല്യൂഷൻ വഴി പിരിക്കുന്ന അധിക വരുമാനം പുവർ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലണ്ടൻ കോൾ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ട് പൊല്യൂഷൻ മോണിറ്ററിംഗ് ടെക്നോളജി കൊണ്ടുവരുന്നതിന് മുമ്പേ കോളിനെ ബാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർത്തുകൊണ്ട് ക്ലീൻ എയർ എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല, അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് വേണം, സ്മാർട്ട് ആയിട്ടുള്ള പോളിസീസ് വേണം, ഗ്രൗണ്ട് ലെവലിൽ ഇത്തരത്തിലുള്ള പൊല്യൂഷനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അടുത്തത് ഛത്രപതി ശിവജി മഹാരാജുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു മറാത്ത റൂളറാണ്. മറാത്ത സാമ്രാജ്യത്തിന്റെ April 3 അദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. 1680 50-ാം വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മറാത്ത എംപയറിന്റെ സ്ഥാപകനാണ്. 17-ാം സെഞ്ചുറിയിൽ സ്ഥാപിച്ചതാണ് ശിവജി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ മുഗൾ എക്സ്പാൻഷൻ, ഔറംഗസേബിന്റെ നേതൃത്വത്തിൽ മുഗൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്തത്, പ്രത്യേകിച്ചും സെൻട്രൽ ഇന്ത്യ ഭാഗത്ത്, അതിനെ വെസ്റ്റേൺ ഇന്ത്യ ഭാഗത്ത് തന്നെ റെസിസ്റ്റ് ചെയ്ത രാജാവായിരുന്നു ഛത്രപതി ശിവജി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വാരിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്ത് ഒരു സെൽഫ് മെയ്ഡ് കിങ് ആയിട്ട് ഉയർന്നു വന്ന വ്യക്തിയാണ് എന്ന് കൂടി ഓർത്തുക. അപ്പോൾ ഗറില്ല വാർഫെയർ അല്ലെങ്കിൽ ഗനീമി കാവ എന്ന് വിളിക്കുന്ന ഗറില്ല വാർഫെയർ ആണ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിറ്റ് ആൻഡ് റൺ ടാക്ടിക്സ് ആണ്, സ്വിഫ്റ്റ് ആയിട്ടുള്ള കാവലറി റെയ്ഡ്സ്, അതുപോലെ തന്നെ എനിമിയുടെ സപ്ലൈ ചെയിനൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അറ്റാക്കിംഗ് ടാക്ടിക്സുകളാണ്. ഏകദേശം 240ഓളം ഫോർട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഹെറിഡിറ്ററി നോബിൾ എന്ന് പറയുന്ന രീതിയിലേക്ക്, അതായത് നോബിൾ, അതായത് സഭയിലുള്ള ആൾക്കാരുടെ അടുത്ത പുത്രനിലേക്ക് അധികാരം കൈമാറുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആർമിയും വളരെ ഡൈവേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, ഉദാഹരണം നരിക്കുറവർ എന്ന് വിളിക്കുന്ന നൊമാഡിക് വാരിയേഴ്സിനെ അദ്ദേഹം ആർമിയുടെ ഭാഗമാക്കി കൊണ്ടുവന്നിരുന്നു. അതുപോലെ കോളി കാസിലുള്ള ഫിഷേഴ്സ് മാൻസിനെയൊക്കെ അവർ സെയിലേഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ നോക്കുമ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ്, മോഡസ്റ്റ്ലി ആയിട്ട്. അതായത് അദ്ദേഹത്തെ സോൾജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒരു രാജാവിൻ്റെതായിട്ടുള്ള ലക്ഷറി ഒന്നും ഇല്ലാതെ ജീവിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ആൾക്കാരെ, അതായത് കാസ്റ്റ് ബേസിസിലോ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ബേസിസിലോ ഒന്നും ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാതെ ആൾക്കാരുടെ ടാലന്റിനനുസരിച്ചുകൊണ്ട് മെറിറ്റോക്രാറ്റിക് ആയിട്ടുള്ള ഒരു റൂള് ഭരിച്ച ഒരു വ്യക്തിയാണ്. റിലീജിയസ് ആയിട്ടുള്ള ടോളറൻസ്, എല്ലാ മതങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പോയതാണ്. പ്രത്യേകിച്ചും അദ്ദേഹം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുയിസത്തിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാരെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നേതാജി പല്ലാക്കർ, അതുപോലെ ബാലാജി നിംബൽക്കർ തുടങ്ങിയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു വിഷയത്തിന് അദ്ദേഹം എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം സതിയെ പൂർണ്ണമായിട്ടും അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ചിതയില്
ഭാര്യ ചാടി മരിക്കുന്നതാണ്, ആത്മഹത്യ ചെയ്യുന്നതിനാണ് സതി എന്ന് വിളിക്കുന്നത്. അതിനെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ലേവറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. സ്ലേവ്സിനെ അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനും എക്സ്പോർട്ട് ചെയ്യുന്നതിനും അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിരുന്നു. 1677 ഡച്ച് റൂളിനെതിരെ, അതായത് സ്ലേവ് ട്രേഡിനെ അദ്ദേഹത്തിന്റെ ടെറിട്ടറിയിൽ അനുവദിച്ചിരുന്നില്ല. കൂടാതെ ലോവർ കോസ്റ്റിലുള്ള മറ്റുമൊക്കെ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതായത് സിദ്ദി ഹിലാൽ, ആഫ്രിക്കയിൽ നിന്നുള്ള സിദ്ദി ഹിലാൽ ഗ്രൂപ്പ് എന്നുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിനെയൊക്കെ അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആയിട്ട് അദ്ദേഹം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് നോക്കുകയാണെങ്കിൽ ലാംഗ്വേജിൽ അദ്ദേഹം പേർഷ്യനെ മറാത്തി വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി ഈ ഒരു ഗവേണൻസും ലിറ്ററേച്ചറിലും ഒക്കെ കുറച്ചുകൂടി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ രാജ വ്യാഹ കോശ, അതായത് ലെക്സിക്കോൺ ഓഫ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സംസ്കൃത ടെക്സ്റ്റ് അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പേർഷ്യൻ ലീഗൽ ടേംസിനെ ഇന്ത്യൻ ഇക്വാലന്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ്. കൂടാതെ വട്ടന്തരി എന്ന് പറയുന്ന സിസ്റ്റം, അതായത് ലാൻഡ് ലോഡ് ബേസ്ഡ് ആയിട്ടുള്ള ടാക്സേഷൻ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. റോത്ത് സിസ്റ്റം, സിമിലർ ആയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ രീതിയിലുള്ള റോത്ത് സിസ്റ്റം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫാമേഴ്സിനെ ലാൻഡ് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സഭാസദ് ഭക്കർ എന്ന് പറയുന്ന ശിവാജിയുടെ ഫസ്റ്റ് ബയോഗ്രഫിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് എന്ന് കൂടി ഓർത്തു വെക്കണം. അദ്ദേഹത്തിന്റെ റൂളിന് പലതരത്തിലുള്ള ഒപ്പോസിഷൻസ് ഉണ്ടായിരുന്നു. മുഗൾ പോളിസീസ് ആയിരുന്നു ഒന്ന്, അൽ ഫത്വ, അൽമിക്യ തുടങ്ങിയിട്ടുള്ള ഒപ്രസീവ് ആയിട്ടുള്ള മുഗൾ പോളിസീസിനെതിരെയും അദ്ദേഹം സ്ലേവറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ എക്കണോമിക് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലെഗസി നോക്കുവാണെങ്കിൽ അദ്ദേഹം ഈ ഒരു സാവരാജ്യ, ഒരു സെൽഫ് റൂൾ എന്ന ആശയത്തിൽ ഏകദേശം 240ഓളം ഫോർട്ടുകൾ ഉൾപ്പെടെയുള്ള വളരെ ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോക്ക് മേക്കർ എന്ന രീതിയിൽ ഒരു കാര്യമായിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുകയാണ്. 1695 കോസ്മെ ഡെ ഗ്വാഡയുടെ അദ്ദേഹത്തിന്റെ വർക്കില് അദ്ദേഹം ഈ ഒരു ലൈഫ് ഓഫ് സെലിബ്രേറ്റഡ് ഷെവാഗി എന്ന് പറയുന്ന വർക്കില് അദ്ദേഹം ശിവജിയുടെ ലൈഫിനെ കുറിച്ചും ലീഡർഷിപ്പിനെ കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ ശിവജിയെ സംബന്ധിച്ചുള്ള ഒരു ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്ററി കമ്മിറ്റി വെൽഫെയർ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്, അതായത് ഈ ഒരു നോൺ ക്രിമിനൽ ക്രൈറ്റീരിയ 8 ലക്ഷത്തിൽ നിന്ന് ഉയർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ പാർലമെന്ററി കമ്മിറ്റി ഓൺ ഒബിസി വെൽഫെയർ ആണ് നിലവിലുള്ള ഈ ഒരു ക്രിമിലെയർ ക്രൈറ്റീരിയ 8 ലക്ഷത്തിൽ നിന്ന് ഉയർത്തണം എന്ന് പറഞ്ഞാൽ ഈ 8 ലക്ഷം എന്ന് പറഞ്ഞാൽ 2017 സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് അത് വളരെ കുറവാണ് എന്നാണ് ഓതർ അല്ലെങ്കിൽ കമ്മിറ്റി പറയുന്നതായിട്ടുള്ളത്. ഇപ്പൊ ക്രിമിലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1992 ഇന്ദിരാ സാഹ്നി കേസിൽ സുപ്രീം കോടതി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐഡിയ ആണ്. അതായത് അതർ ബാക്ക്വേർഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ റിസർവേഷൻ നൽകേണ്ടതുള്ളൂ. അപ്പോൾ റിസർവേഷൻ നൽകേണ്ട ആൾക്കാരെ അതിൽ ഏറ്റവും ടോപ്പ് ലെയറിൽ നിൽക്കുന്നവരെ ക്രിമിലെയർ എന്ന് വിളിച്ചു. ഈ ക്രിമിലെയറിലെ ഭാഗമല്ലാത്ത ആൾക്കാരെയാണ് നോൺ ക്രിമിലെയർ എന്ന് വരുന്നത്. അപ്പോൾ സോഷ്യലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ബാക്ക്വേർഡ് കാസ്റ്റിനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് 1 ലക്ഷം രൂപയായിരുന്നു, പിന്നീട് 2017 വരെ ആകുമ്പോഴത്തേക്ക് അത് 8 ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒബിസിയിലേക്ക് ഈ ഒരു സെൻട്രൽ ജോബ് കോട്ടയൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ നിലവിൽ ഈ ഡാറ്റ ചില മിനിസ്ട്രീസിനും ഡിപ്പാർട്ട്മെന്റുകൾക്കും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിമിലെയർ ഇൻകം ലിമിറ്റ് കണക്കാക്കുന്നതിന് വേണ്ടി ഒരു യൂണിഫോം ആയിട്ടുള്ള ഫോർമുല സജസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലും അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തത് നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. 2024-25 നമ്മുടെ രാജ്യത്തിന്റെ ഡിഫൻസ് എക്സ്പോർട്ട് ഹയസ്റ്റ് ആയിരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. നമ്മളുടെ രാജ്യത്തിന്റെ ഡിഫൻസ് എക്സ്പോർട്ട് ഏറ്റവും റെക്കോർഡ് ഹൈ 2024-25 എത്തിയിട്ട് 23,622 കോടിയിലാണ്. 12.04% ഗ്രോത്ത് ആണ് തൊട്ട് മുന്നത്തെ വർഷവുമായിട്ടുണ്ടായിരുന്നത്. അത് 21,083 കോടിയായിരുന്നു. അപ്പോൾ ഇന്ത്യ 2020 കൂടിയിട്ട് ഇത് 50,000 കോടിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുന്നതായിട്ട്. പ്രൈവറ്റ് സെക്ടറും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഡിഫൻസ് PSUs കാര്യമായിട്ടുള്ള എക്സ്പോർട്ടിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോർട്ടലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് ഇത്തരത്തിലുള്ള ഒരു ജമ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയുള്ളത് എന്നുകൂടി മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർക്കുക. അടുത്തത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എലിഫന്റ് ഡ്രാഗൺ ഡ്യുവറ്റ് എന്നാണ് സി ജിൻപിങ്, അതായത് ചൈനീസ് പ്രസിഡന്റ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള 75ാമത്തെ
വാർഷികം, പ്രത്യേകിച്ച് ആ റിലേഷനെ കാണിക്കുന്നത്. ഇപ്പോൾ ദ്രൗപദി മുർമുവിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ചൈന റിലേഷൻസിൽ ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷനെ ഡ്രാഗൺ ആൻഡ് എലിഫന്റ് വർക്കിംഗ് ടുഗദർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റും ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രണ്ട്ലി ടൈസ് രണ്ട് രാജ്യങ്ങളെയും ബെനിഫിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു സ്ട്രോങ് റിലേഷൻ ബിൽഡ് ചെയ്യാനുള്ള താല്പര്യത്തെക്കുറിച്ച് ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതിന്. ചൈനീസ് ആയിട്ടുള്ള സു ഫിയോങ് അദ്ദേഹം സ്ട്രാറ്റജിക് ലോങ് ടേം കോപ്പറേഷൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസത്തോടു കൂടിയിട്ട് ഡെവലപ്മെന്റൽ ഓറിയന്റഡ് ആയിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളും മ്യൂച്വൽ റെസ്പെക്റ്റും സെൻസിറ്റിവിറ്റിയും ഇൻട്രസ്റ്റുകളെയും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആൻഷ്യന്റ് ആയിട്ടുള്ള ചൈനീസ് സിവിലൈസേഷനും ഇന്ത്യൻ സിവിലൈസേഷനും തമ്മിലുള്ള ആൻഷ്യന്റ് ആയിട്ടുള്ള റിലേഷനെ കുറിച്ചും രണ്ട് രാജ്യങ്ങളും മേജർ ഡെവലപ്പിംഗ് നാഷൻസ് എന്ന രീതിയിലും ഷെയർഡ് ആയിട്ടുള്ള ഗോൾസുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ രണ്ട് രാജ്യങ്ങളും അവരുടെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും സ്ട്രാറ്റജിക് ട്രസ്റ്റ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പീസ്ഫുൾ ആയിട്ടുള്ള ബോർഡർ മാനേജ്മെന്റുകളിലൂടെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അഫക്റ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള 6 ഡിസ്ട്രിക്റ്റുകൾ ഉണ്ട് എന്ന് അതായത് അമിത് ഷാ ഹോം മിനിസ്റ്റർ പറയുകയാണ്. നമുക്ക് നോക്കാം എന്താണ് വിശദാംശങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അഫക്റ്റഡ് ആയിട്ടുള്ള നെക്സലിസം അഫക്റ്റഡ് ആയിട്ടുള്ള 6 ഡിസ്ട്രിക്റ്റുകൾ ഉണ്ട് എന്നാണ്. നേരത്തെ 12 ആയിരുന്നു, അത് 6ലേക്ക് കുറച്ചു എന്നാണ് പറയുന്നതായിട്ടുള്ളത്. വളരെ മുന്നേ അത് 38 ഡിസ്ട്രിക്റ്റുകളായിരുന്നു, അത് 18ലേക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിസ്ട്രിക്ട് അഫക്റ്റഡ് 18 എണ്ണമാണ്, അതിൽ മോസ്റ്റ് അഫക്റ്റഡ് 6 എന്നുള്ളതാണ്. ബിജാപൂർ, കാങ്കർ, നാരായൺപൂർ, സുക്മ ഛത്തീസ്ഗഡില്, വെസ്റ്റ് സിംഗം ഝാർഖണ്ഡില്, ഗഡ്ജിക്കോളി മഹാരാഷ്ട്ര. ഈ ഒരു 6 ജില്ലകളിൽ മാത്രമാണ് എക്സ്ട്രീം ആയിട്ടുള്ള മോസ്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്നുള്ളതാണ്. മറ്റ് എക്സ്ട്രാ റിസോഴ്സ് കൊടുക്കേണ്ട കുറച്ച് അല്ലൂരി, സീതാരാമരാജു, ആന്ധ്രാപ്രദേശ്, ബലഘാട്ട്, കലഹന്തി തുടങ്ങിയുള്ള കുറച്ച് ഡിസ്ട്രിക്റ്റുകളിൽ ചെയ്യേണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി മോസ്റ്റ് അഫക്റ്റഡ് ഡിസ്ട്രിക്റ്റുകളിലേക്ക് 30 കോടി രൂപ അലോക്കേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. കൺസേൺ ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിലേക്ക് 10 കോടി രൂപ അവിടുത്തെ ഡെവലപ്മെന്റൽ ഇനീഷ്യേറ്റീവ്സിനും മറ്റുമൊക്കെ ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെ സെക്യൂരിറ്റി ക്യാമ്പുകൾ ക്രിയേറ്റ് ചെയ്യും, റോഡുകൾ ഡെവലപ്പ് ചെയ്യും, ട്രാൻസ്പോർട്ട് മെച്ചപ്പെടുത്തും, വാട്ടർ ഇലക്ട്രിസിറ്റി വെൽഫെയർ സ്കീംസ് കൊണ്ടുവരും എന്നുള്ളതാണ്. 2026 രാജ്യത്ത് നിന്നും നെക്സലിസത്തെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഗവൺമെന്റിനുള്ളത് എന്നും ഗവൺമെന്റ് പറയുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. RBI വിവിധ ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മാസ്റ്റർ ഡയറക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ ഡെപ്പോസിറ്റിന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ നിലവിൽ വരണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരേ ബാങ്ക് തന്നെ അതിന്റെ വ്യത്യസ്ത ബ്രാഞ്ചുകളിൽ വ്യത്യസ്ത ഇൻട്രസ്റ്റ് റേറ്റുകൾ ഈടാക്കുന്നത് എന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നത്തെയാണ് ആക്ച്വലി RBI അഡ്രസ് ചെയ്തത്. അതായത് എല്ലാ ബ്രാഞ്ചുകളിലും ഒരേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും കസ്റ്റമേഴ്സ് തമ്മിൽ പാടില്ല. അതായത് ഒരു പുതിയ മാസ്റ്റർ ഡയറക്ഷൻ ഓൺ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഡെപ്പോസിറ്റുകളിൽ RBI കൊണ്ടുവന്നുള്ളത്. ബാങ്കുകൾ അവരുടെ ബോർഡ് അപ്രൂവ്ഡ് പോളിസി ഉണ്ടാവണം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റുകൾ ഡെപ്പോസിറ്റ്. അതായത് കറണ്ട് അക്കൗണ്ടുകൾക്ക് ബാധകമല്ല. കറണ്ട് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സുകളൊക്കെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ്. ഇതല്ലാതെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്ക് ഒരേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാ ബ്രാഞ്ചുകളിലും സെയിം ആയിരിക്കണം, എല്ലാ കസ്റ്റമേഴ്സിനും സെയിം ആയിരിക്കണം, ആൾക്കാരെ തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റേറ്റ്സ് എന്ന് പറയുന്നത് ബാങ്കുകളും ഡെപ്പോസിറ്റേഴ്സും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും പറ്റില്ല. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആയിരിക്കണം, അതിന്റെ മേലെ നെഗോഷിയേഷൻ ഒന്നും പാടില്ല, റീസണബിൾ ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, ട്രാൻസ്പാരന്റ് ആയിരിക്കണം. അപ്പോൾ RBI ഈ ഒരു റേറ്റുകളെ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് റുപ്പിയുടെ മേലുള്ള സേവിങ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെയിലി കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലും RBI പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നതിന്. അതുപോലെ തന്നെ രാജ്യത്തുണ്ടാവുന്ന സൈബർ ത്രെട്ടുകളെ കുറിച്ചുള്ള ഒരു കോഷണം RBI പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്ത് സൈബർ ത്രെട്ടുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ഫ്രോഡുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുന്നതിന്. RBIയുടെ 19th ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു മീറ്റിംഗ് നടന്നിട്ടുള്ളതും കൂടി ഓർത്തു വെക്കുക. അപ്പോൾ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു അവരാണ് ഈ ഒരു രാജ്യത്ത് ഉയർന്നു വരുന്ന ഫിനാൻഷ്യൽ ഫ്രോഡുകളെ കുറിച്ചും സൈബർ ത്രെട്ടുകളെ കുറിച്ചും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള റാപ്പിഡായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ RBI പ്രോആക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട് ഈ ഒരു ബാങ്കിങ് എൻവയോൺമെന്റ് ഒക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു സസ്റ്റൈനബിൾ ഫിനാൻസ് കൊണ്ടുവരുന്നതിൽ RBI വഹിച്ച പങ്കിനെ കുറിച്ചും ഒരു ഗ്രീൻ ഡെപ്പോസിറ്റ് ഫ്രെയിംവർക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ RBI എടുത്ത ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചും ഒക്കെ ഈ പ്രസിഡന്റ് ഹൈലൈറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു 10 വർഷത്തേക്ക് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ ഇംപ്രവൈസ് ചെയ്യുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് RBI ഗവർണറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജ്യത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എഫിഷ്യൻസിയും കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം
ആ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ ആക്സസ് ഉറപ്പുവരുത്തുക, എഫിഷ്യൻസി ഉറപ്പുവരുത്തുക, റെസിലിയൻസ് ഉറപ്പുവരുത്തുക എന്നുള്ള രീതിയിൽ നമ്മുടെ എക്കണോമിനെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത ബട്ടർഫ്ലൈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു പെയിന്റഡ് ലേഡി എന്ന് പറയുന്ന ബട്ടർഫ്ലൈയും അതിന്റെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ ഒരു ബട്ടർഫ്ലൈസ് ജെനറ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് കാരണമല്ല ഷോർട്ട് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് മൈഗ്രേഷൻ ചെയ്യുന്നത് എന്നുള്ള ഒരു സ്റ്റഡിയാണ് ഈ ഒരു സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് രണ്ട് ജെനറ്റിക് ഡിഫറെന്റ് ആയിട്ടുള്ള ജീവികളല്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞത്. അതായത് ബേർഡ്സും മറ്റുമൊക്കെ അതിലുള്ള ജെനറ്റിക് ട്രേറ്റ്സ് അതിന്റെ മൈഗ്രേഷൻ റൂട്ടിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പക്ഷെ ബട്ടർഫ്ലൈസിൽ പ്യുവർ ആയിട്ട് അത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് എന്നുള്ളതാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ നേരത്തെ ഈ ഒരു മൈഗ്രേഷൻ ബേസ്ഡ് ഓൺ ജെനറ്റിക്സ് എന്ന രീതിയിലുള്ള ഹൈലൈറ്റ് ചെയ്യുന്നത് ബട്ടർഫ്ലൈസിൽ അപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മൈഗ്രേഷനെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ബട്ടർഫ്ലൈസ് പോകുന്നതിനെ നമ്മൾ വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവിടെ പെയിന്റഡ് ലേഡി ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ ഒരു ബട്ടർഫ്ലൈയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ലോങ് ഡിസ്റ്റൻസ് മൈഗ്രേഷൻ ചെയ്യുന്നതാണ്. 15,000 കിലോമീറ്റർ ഒക്കെയാണ് ഒരു സൈക്കിളിൽ ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും ലോങ്സ്റ്റ് മൈഗ്രേറ്റ് ചെയ്യുന്ന ഇൻസെക്റ്റുകളിൽ ഒന്നാണ് പെയിന്റഡ് ലേഡി ബട്ടർഫ്ലൈസ് എന്ന് ഓർത്ത് വെക്കാം. ഇത് മൾട്ടി ജനറേഷനിലാണ്. അതായത് ഈ 15,000 കിലോമീറ്റർ പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ബട്ടർഫ്ലൈ 15,000 കിലോമീറ്റർ പോകില്ല, 8-10 ജനറേഷൻസ് ആണ്. അതായത് ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് 2 മുതൽ 4 ആഴ്ച, ഒരു മാസമൊക്കെ ജീവിക്കുള്ളൂ. അപ്പൊ ഇതൊരു ഫാമിലി ബിസിനസ് പോലെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ബട്ടർഫ്ലൈ പോയി, അത് ഒരു സ്ഥലത്ത് നിന്ന് മരണപ്പെട്ടു, അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് അതിന്റെ അടുത്ത തലമുറ, ഇത്തരത്തിൽ ഒരു ഓഫ് സ്പ്രിംഗ് ആണ് ജേർണി കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കുന്നത്. ഇത് യൂറോപ്പിൽ നിന്ന് നോർത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അത് പിന്നീട് തിരിച്ച് അതിന്റെ തലമുറകൾ തിരിച്ച് അവിടത്തേക്ക് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞുള്ളത്. ഈ ഒരു പെയിന്റഡ് ലേഡി എന്ന് പറഞ്ഞാൽ ത്രിസിൽ ബട്ടർഫ്ലൈ എന്ന് വിളിക്കാറുണ്ട്. ഇത് കാനഡയിൽ നേറ്റീവ് ആയിട്ടുള്ളതാണ്. ഇതിന് കോൾഡർ ക്ലൈമറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിൽ വളരെ ചാമ്പ്യൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടും സഹാറയിൽ നിന്ന് ഏകദേശം യൂറോപ്പ് വരെ ഏകദേശം 9,000 മൈൽസ് 15,000 കിലോമീറ്റർ വരെ പോകുന്നുണ്ട്. ഇതിന് ഓറഞ്ച് കളർ വിങ്സ് ആണ്, ബ്ലാക്ക് ടിപ്സ് ആണ് കാണാൻ വേണ്ടി പറ്റുക. അതുപോലെ അപ്പർ സൈഡിൽ ഒരു വൈറ്റ് സ്പോട്ടുകൾ പോലെ കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു ബട്ടർഫ്ലൈ ഭൂമിയിൽ എല്ലാ മിക്കവാറും സ്ഥലത്തൊക്കെ കാണുന്നുണ്ട്. സീഷോഴ്സിലും ഗാർഡൻസിലും ഒക്കെ കാണാൻ വേണ്ടി പറ്റും, മൗണ്ടെയിൻ ടോപ്പിലും കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും വൈഡ് സ്പ്രെഡ് ആയിട്ട് ബട്ടർഫ്ലൈസിൽ ഒന്നാണ്. പക്ഷെ അന്റാർട്ടിക്കയിലും സൗത്ത് അമേരിക്കയിലും നാച്ചുറലി കാണുന്നില്ല എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇത് തിസിൽസിലാണ് ഫീഡ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇതിന്റെ പ്രൈമറി ഫുഡ് തിസിൽസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ തിസിൽസ് ബട്ടർഫ്ലൈ എന്ന രീതിയിലും വിളിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇതിനെ പല സ്ഥലങ്ങളിലും ബ്രീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഈ തിസിൽ ചെടിയുള്ള സ്ഥലത്തൊക്കെ ഇത് ബീഡ് ചെയ്യുമെന്ന് ഓർത്ത് വെക്കുക. IUCN നോക്കുക ലീസ്റ്റ് കൺസേൺ ആണ്, ഗ്ലോബലി ആണ്. പക്ഷെ ഇതിന്റെ മൈഗ്രേഷൻ സ്റ്റഡീസ് ആണ് ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.